ഒരു കണക്ക് തീർക്കാണ്ട്. അത് ഇന്ന് കോട്ടലിൽ ഞങ്ങൾ തീർക്കും. നിങ്ങൾ അവിടെ ഇട്ടുകാണ്ട് ആ SRH എമ്മാതിരി അടി ഞങ്ങൾ അടിച്ച് നോക്കണ്ട ഓൽക്കിപ്പോ പിരാന്താണ്. അതിപ്പോ ഓല മറ്റേ ടീമിനോട് എല്ലാരോടും ഓല അങ്ങനെ അപ്പൊ ഇന്ന് ഞങ്ങൾ അതൊന്നുമില്ല. അത് നിങ്ങൾ അടിച്ചണ ഞങ്ങൾ കഴിഞ്ഞ കളി കണ്ട് 89 ഔട്ടായില്ല 83 അത് നോക്കും. ഒരു ദിവസത്തെ പ്രശ്നം എന്ന് പറയുമ്പോ അത് നിങ്ങളെ ഗ്രൗണ്ടില് ഞങ്ങള് ഗ്രൗണ്ടിൽ ആയിക്കോട്ടെ അടിച്ചു നിർത്തും. ഒരു അടിച്ചു മറ്റേ 16 റൺ എടുത്ത് തോന്നിട്ടല്ലേ അത് കൊടുത്ത് മാൻ ഓഫ് ചാൻസ് കൊടുത്ത്. ഇന്നിപ്പോ അത് പറഞ്ഞാലും ഇപ്പൊ 9 ഓവറിൽ കളി കഴിഞ്ഞപ്പോ എന്താ കാട്ടണേ? അത്ര ഉള്ളേനു അത്ര റണ്ണല്ല നിങ്ങൾ എടുത്ത് 3 വിക്കറ്റ് ഓർക്കൊന്നുമില്ല. നിങ്ങള് വേറെ ഒരു പ്രത്യേക ആക്ക് വേണ്ടി കീപ്പിങ്ങിലുള്ള മികവ്, ക്യാപ്റ്റൻസിയിലുള്ള മികവ് അതൊക്കെ പരിഗണിച്ചാണ് കൊടുത്ത്. അങ്ങനെ വലിയ ക്യാപ്റ്റൻസി കളിക്കാർക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചാണ് മാൻ ഓഫ് ദി മാച്ച് കൊണ്ടോട്ടെ. ഞങ്ങള് ഗില്ലിനെ പോലത്തെ ഒരു കളിക്കാരൻ എന്ത് ഞങ്ങളിതിൽ ആ മക്ഗുർഗിന്റെ അടി ഞങ്ങള് സൂപ്പർ. കഴിഞ്ഞ കളിയിൽ വരെ 30 കിട്ടിലും അടി അടിച്ച്. എന്നിട്ട് പഠിച്ചിട്ട് എന്താ ഉണ്ടായി? കഴിഞ്ഞ കളിയിൽ പറഞ്ഞപ്പോ അത്രയും വലിയൊരു ടോട്ടൽ മുമ്പിൽ ഉണ്ടാകുമ്പോ സ്വാഭാവികമായുള്ള പ്രശ്നം. ആ പറഞ്ഞ 16 റൺസ് അടിച്ചാൽ ഉസാറായ കുട്ടി പണ്ട് കഴിഞ്ഞ കളിയിൽ എന്ത് കാട്ടിയായി? അതിപ്പോ ഒരാളില് കഴിഞ്ഞ കളി തോൽപ്പിച്ചു. ഇടക്കൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന വലിയൊരു ടോട്ടൽ ഉണ്ടാവുമ്പോ ബാറ്റിൽ അടിച്ചോ ഇത് 10 അപ്പൊ ബോൾ നിന്നുകാണ്ട് എത്ര കാട്ടി. അപ്പൊ തോൽവി ഉറപ്പായ സമയത്ത് പിന്നെ ഡിഫെൻഡ് ചെയ്യാന്നല്ലാതെ വേറെ കഞ്ചിം എന്താണ് കഞ്ചിം ഷോട്ട് ആയിരുന്നു. അങ്ങനെ കണ്ണും കൂട്ടി അടിച്ച കൊള്ളണ്ടേ ടൈമിങ് ശരിയാണ്. അതൊക്കെ മൂപ്പര് അങ്ങനെ ശരിക്കും എക്സ്പോസ്ഡ് ഇല്ല. നിങ്ങളെ ക്യാപ്റ്റൻ ഞങ്ങളോട് തോറ്റിക്കണോ? അതില്ലേ? അതില്ല. ഞങ്ങളെ ടീമിനെ പോലും നിങ്ങളെ ഗ്രൗണ്ടിൽ വെച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കഥല്ല. കഴിഞ്ഞ ഇതിപ്പോ കുറച്ച് ദിവസം മുമ്പ് നടന്നതാണ്. പ്രതികാരം ഒരു പ്രതികാരമില്ല. ഞങ്ങളെ ബൗളർമാരെ ഞങ്ങളെ സ്പിന്നർമാരുടെ മുമ്പിൽ പ്രത്യേകിച്ച് കുൽദീപിന്റെ മുമ്പിലൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ ഒരു കാലത്തും കഴിഞ്ഞ കളി മോശമായി. കഴിഞ്ഞ കളിയിലല്ല കുറെ കളികൾ മോശം. ഏതോ ഒരു കളി എന്നല്ല. ഇന്നിപ്പോ ആ ചെറിയ ഗ്രൗണ്ടില് മൂപ്പര് നല്ലോണം കേറി. ഞങ്ങൾക്ക് മതി. ആ രണ്ടാൾക്കാരെ അടിച്ചാൽ ഞങ്ങൾക്ക് റണ്ണായി. ഞങ്ങൾക്ക് അവിടെ മക്ഗുർഗ് ഉണ്ട്. ഓനെ ഒറ്റക്ക് മതി. അവിടെ ഓൻ അടിക്കും. ഒരു 10 റണ്ണറ്റ് അടിച്ചിക്കണേ. നല്ല റണ്ണ് കഴിഞ്ഞാൽ അത് 10 രൂപ ബോൾ നേടത്തോ കാട്ടിക്കണേ. അതിനാണ് ഇപ്പൊ ഇങ്ങനെ വലിയ വർത്തമാനം. ടീമിലും കൂടി നിങ്ങൾ എടുക്കാതിരുന്ന ആളാണ്. എന്നിട്ട് മറ്റേ ലാസ്റ്റ് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ആളാണ്. എന്നിട്ട് ഇറക്കണ്ടായിരുന്നില്ല. എന്നിട്ട് മാർച്ച് പോയിട്ട് പകരം ഇറക്കിയതാണ്. അല്ലാതെ വലിയ കളിക്കാരെന്നൊന്നും പറയാനില്ല. സ്ഥിരമായിട്ട് കളിപ്പിച്ചിട്ടില്ല. ഇന്നത്തോടെ ഒരു തീരുമാനമാവില്ല. ഇന്ന് ഞങ്ങൾ ജയിക്കണമുണ്ട്. ഏറ്റവും കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ടീമാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഡേവിഡ് വാർണറൊക്കെ അതൊന്നും പ്രശ്നമില്ല. വാർണറൊക്കെ ഫോം ആയ പിന്നെ കുൽദീപൊക്കെ വലിയ കഴിഞ്ഞ കളിയിൽ എന്മാതിരി തല്ല കിട്ടിയത്. അതിപ്പോ ഒരു കളിയൊക്കെ SRHന്റെ സ്വഭാവം എല്ലാവർക്കും അറിയില്ല. ഓരോ ടീം അങ്ങനെയാണ്. വലിയ ആൾക്കാരാണെങ്കിൽ അതൊക്കെ പൂട്ടണ്ടേ. അതൊന്നുമല്ല. കുൽദീപ് അതിന്റെ മുമ്പത്തെ കളിലൊക്കെ സൂപ്പർ ആയിട്ട് കളിച്ചിരിക്കണം. അതൊന്നും വേറെ കാര്യം. അതിപ്പോ ഇങ്ങളായിട്ട് കളിച്ചിരിക്കണം. അതുപോലെ നിങ്ങളെ ആ ചെറിയ സ്കോറിനെ ഓൾ ഔട്ട് ആക്കിയില്ലേ? ചില ദിവസങ്ങളിൽ ഓൾ ഔട്ട് ആവും. ഇവിടെ ഇപ്പൊ ആരാണ് 100 താഴെ ഓൾ ഔട്ട് ആത്ത ഒരു ടീം ഉണ്ടല്ലോ. അതിപ്പോ ഈ ഞങ്ങള് മാത്രം ഉണ്ടായിരുന്നു. ഈ സീസണിൽ ഞങ്ങള് മാത്രം ഉണ്ടായിരുന്ന IPL ചരിത്രത്തിൽ വേറെ ടീമിനോടൊന്നല്ല ഞങ്ങളോട്. അതായത് ഞങ്ങളും നിങ്ങളും വെച്ച് താരതമ്യം ചെയ്യുമ്പോ ഞങ്ങളാണ് മുകളില്. അത് ഇന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരിക്കലും ഇല്ല. കപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ കപ്പില്ലാത്തവരാ. അപ്പൊ നിങ്ങൾ ഞങ്ങളെ മേലെ എന്ന് പറയണ്ട. അന്ന് കിട്ടിയതിനുള്ള പ്രതികാരം ഇന്ന് തീർത്തിരിക്കും.